ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വെബ് പേജിലേക്ക് എങ്ങനെയാണ് വീഡിയോ ഫയൽ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന HTML എലിമെന്റ് എന്ന് പറയുന്നത് വീഡിയോ ആണ്. ഈ വീഡിയോ ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓപ്പൺ ടാഗും അതിന്റെ എൻഡ് ടാഗും അതിന്റെ അകത്തെ കണ്ടന്റ്സും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വീഡിയോ എലിമെന്റ് എന്ന് പറയുന്നത്. HTML ഓപ്പൺ ടാഗിന്റെ അകത്ത് നമ്മൾ ആട്രിബ്യൂട്ട്സ് പറഞ്ഞിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് വിഡ്ത്തും ഹൈറ്റും ആണ്. ഇത് നമുക്ക് ഓഡിയോ ഫയൽ പ്ലേ ചെയ്ത് വരേണ്ട ആ ഫ്രെയിമിന്റെ വിഡ്ത്തും ഹൈറ്റും കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഹൈറ്റും വിഡ്ത്തും എന്നുള്ള ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് കൺട്രോൾസ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എഴുതിയിട്ടുണ്ട്. കൺട്രോൾസ് എന്ന് പറയുന്നത് അത് വീഡിയോ കൺട്രോൾസ്, അതായത് പ്ലേ, പോസ്, വോളിയം തുടങ്ങിയ വീഡിയോ കൺട്രോൾസ് ആഡ് ചെയ്യാനായിട്ടാണ് കൺട്രോൾസ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് സോഴ്സ് എന്ന് പറയുന്ന ഒരു ടാഗാണ്. ആ സോഴ്സ് എന്ന് പറയുന്ന ടാഗിന്റെ അകത്ത് SRC എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇമേജ് ഒക്കെ പഠിച്ചപ്പം SRC എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിരുന്നു. അതായത് ഏത് ലൊക്കേഷനിലാണ് ആ ഇമേജ് കിടക്കുന്നത്, അതിന്റെ പേരെന്താണ്, അത് ഏത് ടൈപ്പിലുള്ള ഇമേജ് ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ SRC ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് പറഞ്ഞിരുന്നത്. ഇവിടെയും അത് തന്നെയാണ്. SRC എന്താണ്, നമ്മൾ വീഡിയോ ഫയൽ അത് ഏത് പാത്തിലാണ്, അതിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ ഫയലും വീഡിയോ ഫയലും HTML ഫയലും വീഡിയോ ഫയലും ഒരേ ലൊക്കേഷനിൽ തന്നെയാണ്. അതുകൊണ്ട് ഫയലിന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പേര് ഡോട്ട് അതിന്റെ എക്സ്റ്റൻഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഫയലും HTML ഫയലും വീഡിയോ ഫയലും രണ്ട് ലൊക്കേഷനിലാണെങ്കിൽ വീഡിയോ ഫയലിന്റെ ഫുൾ പാത്തും നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് ആണ്. ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ടിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇതൊരു വീഡിയോ ഫയലാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ടൈപ്പും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ലാഷ് ഇട്ടിട്ട് അതിന്റെ ടൈപ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ഫയലിനെ കുറിച്ച് മെയിനായിട്ടും പറയാനുള്ളത്. ഇനി ഒരു ടെക്സ്റ്റ് കണ്ടിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രൗസേഴ്സൊന്നും ഈ വീഡിയോ ടാഗ് സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു കേസിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട മെസ്സേജ് ആണ് യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് ദ വീഡിയോ ടാഗ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, നമുക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. HTML ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം നമ്മൾ കോഡ് മുഴുവൻ എഴുതുന്നത്. HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഹെഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ടാഗിൻ്റെ അകത്ത് ടൈറ്റിൽ ടാഗിൻ്റെ അകത്താണ് HTML വീഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ടൈറ്റിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോഡി കളറായിട്ട് പിങ്ക് എന്നുള്ള കളറാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട് BG കളറാണ്. ഓക്കെ, BG കളർ എന്നുള്ള ആട്രിബ്യൂട്ടിൽ പിങ്ക് എന്നുള്ള വാല്യൂ കൊടുത്ത് നമ്മുടെ വെബ് പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി വെബ് പേജിലേക്ക് ഒരു ഹെഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ടിംഗ് വീഡിയോ ഫയൽസ് എന്നുള്ളതാണ് ആ ഹെഡിങ്. H1 എന്നുള്ള ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹെഡിങ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് സെന്ററിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. H1 ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബോഡി ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. HTML എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വെബ് പേജ് ഒന്ന് കണ്ടു നോക്കാം. ഇൻസേർട്ടിംഗ് വീഡിയോ ഫയൽസ്. അപ്പോൾ വെറുതെ ഒരു ഹെഡിങ് മാത്രമുള്ള വെബ് പേജാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. ഈ പേജിലേക്കാണ് നമ്മളൊരു വീഡിയോ ഫയൽ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ടാലി എന്ന് പറയുന്ന ഫയലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതിന്റെ ടൈപ്പ് നോക്കുക, MP4 ആണ് ടൈപ്പ്. നമുക്ക് ഈ ഇൻസേർട്ടിംഗ് വീഡിയോ ഫയൽസ് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെ വേണം വീഡിയോ ആഡ് ചെയ്യാനായിട്ട്. അപ്പം വീഡിയോ ടാഗ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ ക്ലോസ് ചെയ്തിടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടൻസ് എഴുതിയാൽ മതിയായിരിക്കും. നമുക്ക് സോഴ്സ് ടാഗിൽ SRC ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഫയൽ ഏതാണെന്ന് പറയുന്നത്. ഇവിടെ tally.mp4 എന്നുള്ള ഫയലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. ടൈപ്പ് എന്താണ്, video/mp4. ഓക്കെ, ഇനി നമുക്ക് ആട്രിബ്യൂട്ട്സ് ആഡ് ചെയ്യാം. വീഡിയോ കൺട്രോൾസ് എന്നുള്ളത് മാത്രമാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈറ്റും വിഡ്ത്തും കൊടുത്തു നോക്കാം. സേവ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട വെബ് പേജ്. ഇതൊന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ
സൈസ് കുറച്ച് വലുതാണ്. ഇതിന്റെ സൈസ് കുറയ്ക്കണമെങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഹൈറ്റ് വിഡ്ത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഇത് മാറ്റിയെടുക്കുന്നത്. ഇവിടെ വീഡിയോ കൺട്രോൾസ് ഉണ്ട്, പ്ലേ ബട്ടൺ. ഓക്കെ, നമുക്കത് പോസ് ചെയ്യാം. പിന്നെ ഓഡിയോ വോളിയം കൺട്രോൾ ചെയ്യാം. പിന്നെ അത് ഫുൾ സ്ക്രീൻ മോഡിലേക്ക് കൊണ്ടുവരാം. ഫുൾ സ്ക്രീൻ മോഡ് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത്യാവശ്യം വീഡിയോ ഫയൽസിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹൈറ്റ് 320 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് 240 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ആട്രിബ്യൂട്ട്സ് എപ്പോഴും പറയുന്നത് ഓപ്പണിംഗ് ടാഗിന്റെ ഉള്ളിലായിരിക്കും. ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചെറിയ സൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് സെന്ററിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സെന്റർ ടാഗ് ഉപയോഗിച്ച് സെന്ററിലേക്ക് മാറ്റാം. വീഡിയോ എലമെന്റ് കംപ്ലീറ്റ് ആയിട്ടും സെന്റർ ടാഗിന്റെ ഉള്ളിൽ കൊടുക്കുക. സെന്റർ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ വീഡിയോ എലമെന്റ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് റീലോഡ് ചെയ്യാം. സെന്ററിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീൻ മോഡിലേക്ക് കൊണ്ടുപോകാം. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് ഒരു വെബ് പേജിലേക്ക് വീഡിയോ ഫയൽസ് ഇൻസേർട്ട് ചെയ്യുന്നത്. താങ്ക് യു.